നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ സെമി ഫൈനൽ എന്നാണ് വിശേഷിപ്പിക്കാറ്. കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലം തൊട്ടടുത്ത വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ സെമി ഫൈനൽ തന്നെയായി മാറി. സെമി ഫൈനലുകളിൽ ജയിച്ച LDF തന്നെ ഫൈനലുകളിലും ജയിച്ചു. അതുകൊണ്ട് തന്നെ 3-ാം ഊഴം പ്രതീക്ഷിക്കുന്ന LDFന് അടുത്ത വർഷത്തെ ഫൈനലിന് മുമ്പുള്ള സെമി ഫൈനൽ തുടർച്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുമോ എന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംഗതി കൂടിയാണ്. മുനിസിപ്പാലിറ്റികളിലെ ഇലക്ഷൻ ഫലത്തിന് മറ്റൊരു പാറ്റേൺ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുവന്നു തുടുക്കുന്ന പല ജില്ലകളിലെയും നഗരസഭകളിൽ UDFന് നേരിയ മുൻതൂക്കം കിട്ടാറുണ്ട്. എറണാകുളം, മലപ്പുറം, വയനാട് പോലുള്ള ജില്ലകൾ മാത്രമാണ് ഇതിന് അപവാദം. 1994 ഏപ്രിൽ 23 നിലവിൽ വന്ന കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ആദ്യ ത്രിതല തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നത് 1995-ലാണ്. അന്നു മുതലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മുനിസിപ്പാലിറ്റികളിൽ മുൻതൂക്കം UDFനാണ്. പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും LDFന് വൻ വിജയം നേടിയ പല ഇലക്ഷനുകളിലും മുനിസിപ്പാലിറ്റികളിൽ UDFന് മുൻതൂക്കം ലഭിച്ചതായി കാണാം. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ LDFനായിരുന്നു മുന്നേറ്റം. 87 മുനിസിപ്പാലിറ്റികളിൽ 44ഇടത്ത് LDF ജയിച്ചെങ്കിലും ഡിവിഷനുകളുടെ എണ്ണത്തിൽ UDFനായിരുന്നു മുൻതൂക്കം. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻ വർഷമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഫലം പുറത്തു വന്നപ്പോൾ 45 നഗരസഭകൾ UDFും 35 എണ്ണം LDFും നേടി. പാലക്കാട്, പന്തളം നഗരസഭകളിൽ BJPക്കായിരുന്നു ജയം. പന്തളം LDFിൽ നിന്നാണ് BJP പിടിച്ചെടുത്തത്. 2015 7 സീറ്റ് മാത്രമുണ്ടായിരുന്ന NDA 18 സീറ്റിൽ ജയിച്ചാണ് ഭരണം പിടിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ ഭരണസമിതികൾ അധികാരത്തിൽ വന്നപ്പോൾ കൂടുതൽ മുനിസിപ്പാലിറ്റികളുടെ ഭരണവും LDFനായിരുന്നു. 86 നഗരസഭകളിൽ 40ലും LDFനാണ് ഭരണം കിട്ടിയത്. UDF 35 മുനിസിപ്പാലിറ്റികൾ നേടി. LDFും UDFും ജയിച്ച നഗരസഭാ വാർഡുകളുടെ എണ്ണത്തിലും 2020 ചില ശ്രദ്ധേയ സൂചനകൾ ഉണ്ടായിരുന്നു. ആകെയുള്ള 3078 മുനിസിപ്പൽ വാർഡുകളിൽ LDF 1167 എണ്ണമാണ് നേടിയത്. 2015-ലേതിനേക്കാൾ 96 സീറ്റുകളുടെ നഷ്ടം. ജയിച്ച വാർഡുകളുടെ എണ്ണത്തിൽ UDFനും തിരിച്ചടിയുണ്ടായി. 2015 UDF 1318 മുനിസിപ്പൽ വാർഡുകളിൽ ജയിച്ചെങ്കിൽ 2020 1172 ആയി കുറഞ്ഞു. 146 സീറ്റുകളുടെ നഷ്ടം. മുനിസിപ്പൽ വാർഡുകളുടെ കാര്യത്തിൽ നേട്ടം NDAക്കായിരുന്നു. 2015-ലേതിനേക്കാൾ 84 വാർഡുകൾ കൂടുതൽ പിടിച്ചെടുത്ത് NDA കരുത്ത് തെളിയിച്ചു. 2020 320 മുനിസിപ്പൽ സീറ്റുകളിലാണ് NDA ജയിച്ചത്. ഈ ഡാറ്റ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് ഭിന്നമായ കക്ഷിനിലയാണ് പല നഗരസഭകളിലും ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുക. സ്വതന്ത്രരും ചെറിയ കക്ഷികളുമെല്ലാമാണ് അവിടങ്ങളിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുക. ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നും എതിർപക്ഷത്തേക്ക് കൂറുമാറി വോട്ട് ചെയ്തുമെല്ലാം ഈ കിങ് മേക്കർമാർ യഥാർത്ഥ റിസൾട്ടിനെ അട്ടിമറിക്കും. ശത്രുഭേദമേതുമില്ലാത്ത ഒരു മാതൃകാ സ്ഥാനമായി ഭരണസമിതി തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങളെ മാറ്റിത്തീർക്കാറുണ്ട്. മാത്രമല്ല 5 വർഷത്തിൽ പലതവണ ഭരണം അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയും പല മുനിസിപ്പാലിറ്റികളിലും ഉണ്ടായിട്ടുണ്ട്. ഭരണം കിട്ടാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ കേവല ഭൂരിപക്ഷം എന്ന സംഗതി ഇല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ നേടുക എന്നതാണ് മുന്നണികളുടെ വെല്ലുവിളി. അതുകൊണ്ട് പ്രതിപക്ഷത്തുള്ള ആകെ സീറ്റുകളുടെ എണ്ണത്തെ മറികടക്കുന്ന ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ അട്ടിമറി ഭീതിയില്ലാതെ ഭരിക്കാനാകൂ എന്ന സ്ഥിതിയാണുള്ളത്. പാലാ നഗരസഭ ഒരു ഉദാഹരണമായിരുന്നു. ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അട്ടിമറികളാണ് കഴിഞ്ഞ തവണ പാലായിൽ അരങ്ങേറിയത്. കേരള കോൺഗ്രസ് MLA നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തനെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. എന്നാൽ അതേ അവിശ്വാസ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. UDF കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് LDF സ്വന്തം ചെയർമാനെ പുറത്താക്കി. ഇത്തരം അസംബന്ധ രാഷ്ട്രീയ നാടകവേദികളാണ് പല മുനിസിപ്പാലിറ്റി ഭരണസമിതികളും. ഇത്തവണ മുനിസിപ്പാലിറ്റികളിൽ നടന്ന വാർഡ് വിഭജനം ഇത്തരം അസംബന്ധ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കരുത്തു പകരും. 86 നഗരസഭകളിൽ 128 വാർഡുകളാണ് കൂടിയത്. ആകെ വാർഡുകളുടെ എണ്ണം 3113 നിന്ന് 3241 ആയി.
മലപ്പുറത്തെ 12 നഗരസഭകളിൽ 26 വാർഡുകൾ അധികമായി വന്നു. 13 നഗരസഭകളുള്ള എറണാകുളത്തും 26 വാർഡുകൾ പുതുതായി വന്നു. തൃശ്ശൂരിൽ 12 വാർഡുകളും പാലക്കാട്ട് 9, കോഴിക്കോട് 8, കാസർഗോഡ് 7, തിരുവനന്തപുരത്ത് 7 പുതിയ മുനിസിപ്പൽ വാർഡുകളുണ്ട്. വാർഡ് പുനർനിർണയത്തിനെതിരെ പലയിടത്തും UDF പരാതികളുമായി രംഗത്തുണ്ടായിരുന്നു. LDFന് നേട്ടമുണ്ടാകും വിധം വാർഡ് വിഭജനം നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഏതായാലും സ്വതന്ത്രവേഷം കെട്ടിയ വിമതരും ഒറ്റയക്കം തികയ്ക്കാത്ത പാർട്ടികളുമെല്ലാം ഇനിയും കിങ് മേക്കർമാരായി വിലസും എന്നർത്ഥം. സംസ്ഥാന ഭരണത്തിന്റെ 3ാം ഊഴത്തിനായുള്ള റിഹേഴ്സലായാണ് LDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. 2020 കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും നടത്തിയ മുന്നേറ്റം നിലനിർത്തിയാൽ മാത്രം പോരാ. ഇടതുമുന്നണിക്ക് ഇത്തവണ UDFന്റെ മേൽ നഗരസഭകളിലടക്കം വ്യക്തമായ മേധാവിത്വം ആവശ്യമാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാനാകും എന്നത് LDFനെയും UDFനെയും NDAയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനാകുന്നുണ്ട്. ഇത്തവണ 25% വോട്ടും തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളും 21,000-ലധികം വാർഡുകളിലെ ജയവുമാണ് BJP ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഭരണത്തിലുള്ള 2 നഗരസഭകളടക്കം 15 നഗരസഭകളും BJP ലക്ഷ്യമിടുന്നു. 2020 മുന്നേറ്റമുണ്ടാക്കാനായ പാലക്കാട്, പന്തളം, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ 2 കൽപ്പിച്ചുള്ള മത്സരമാണ് BJP നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചു കൊടുക്കുന്നത് നിർത്തി വോട്ടുകൾ സ്വന്തം നിലയ്ക്കു തന്നെ വരവ് വയ്ക്കാൻ തുടങ്ങിയതോടെയാണ് BJPയുടെ വോട്ട് ഷെയറിൽ വർധനവുണ്ടായത്. സ്വാധീന മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ക്യാമ്പയിനിലാണ് ഇത്തവണ BJPയുടെ ശ്രദ്ധ. പരമാവധി വാർഡുകളിൽ വിജയിക്കാനുള്ള മികച്ച തന്ത്രം കൂടിയാണിത്. എന്നാൽ അവകാശവാദങ്ങൾ സാധൂകരിക്കും വിധം സംസ്ഥാന വ്യാപകമായി ത്രികോണ മത്സര പ്രതീതി ഉണ്ടാക്കാൻ BJPക്ക് കാര്യമായി കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ 87 നഗരസഭകളിൽ മട്ടന്നൂർ ഒഴികെയുള്ള 86 നഗരസഭകളിലെ 3078 വാർഡുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 2027 സെപ്റ്റംബറിലെ മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി പൂർത്തിയാവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ളത് എറണാകുളം ജില്ലയിലാണ്, 13 എണ്ണം. മലപ്പുറമാണ് 2ാം സ്ഥാനത്ത്, 12 എണ്ണം. 9 നഗരസഭകളുമായി കണ്ണൂരാണ് 3ാം സ്ഥാനത്ത്. 2020 നഗരസഭകളിൽ 78.51% പോളിംഗ്. തിരുവനന്തപുരം ജില്ലയിലെ 4 നഗരസഭകളിലും BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. 2020 വർക്കല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ നഗരസഭകളുടെ ഭരണ നേതൃത്വം LDFനായിരുന്നു. ആറ്റിങ്ങലിലും നെടുമങ്ങാട്ടും ഇത്തവണയും LDFന് കാര്യമായ വെല്ലുവിളികളില്ല. കേവല ഭൂരിപക്ഷമില്ലാതെ LDF ഭരിക്കുന്ന വർക്കലയും നെയ്യാറ്റിൻകരയും 3 മുന്നണികളെ സംബന്ധിച്ചും പ്രധാന പോരാട്ടവേദിയാണ്. വർക്കലയിൽ കഴിഞ്ഞ തവണ 33 വാർഡുകളിൽ 11 എണ്ണവും നേടി BJP 2ാം സ്ഥാനത്ത് വന്നു. LDFന് 1 സീറ്റ് മാത്രമാണ് കൂടുതൽ ലഭിച്ചത്. 3 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് LDF ഭരിച്ചത്. ഇത്തവണയും BJPയുടെ ശക്തമായ വെല്ലുവിളി LDFന് നേരെയുണ്ട്. മുസ്ലിം ലീഗുമായുള്ള സീറ്റ് ധാരണ തർക്കം UDFനെ വലയ്ക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ എന്നിവ LDFന്റെ കോട്ടകളാണ്. പരവൂരിൽ നറുക്കെടുപ്പിലൂടെ ചെയർപേഴ്സൺ സ്ഥാനം UDFനും വൈസ് ചെയർപേഴ്സൺ സ്ഥാനം LDFനുമാണ് ലഭിച്ചത്. ജില്ലയിലെ 3 നഗരസഭകളിലും LDFന് ഇത്തവണയും വലിയ വെല്ലുവിളികളില്ല. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ നേടിയ ഉജ്ജ്വല വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. പത്തനംതിട്ട, അടൂർ നഗരസഭകളിൽ ഭരണം LDFനും തിരുവല്ലയിൽ UDFനുമായിരുന്നു. പന്തളത്ത് NDAയ്ക്കായിരുന്നു ജയം. ഇത്തവണ പത്തനംതിട്ട, അടൂർ, തിരുവല്ല നഗരസഭകളിൽ ഇരുമുന്നണികൾക്കും വിമതന്മാരുണ്ട്. കൂടാതെ വെല്ലുവിളിയുമായി BJPയും SDPഐയും. 10 വർഷത്തിനു ശേഷമാണ് 2020 പത്തനംതിട്ട നഗരസഭാ ഭരണം LDFന്റെ കയ്യിലെത്തിയത്. അതും കോൺഗ്രസ് വിമതരുടെ സഹായത്തോടെ. ഇത്തവണ 24 വാർഡുകളിൽ BJP രംഗത്തുണ്ട്. UDFനെ വിമതർ കാര്യമായി വലയ്ക്കുന്നുണ്ട്. അടൂരിൽ 28 അംഗ കൗൺസിലിൽ 14 പേരുടെ പിന്തുണയോടെയാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലെത്തിയത്.
ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPM-ലെ പടലപ്പിണക്കങ്ങൾ ഇത്തവണ LDF-നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 2020 BJP ഭരണം നേടിയ 2 നഗരസഭകളിൽ ഒന്നാണ് പന്തളം. 32 വാർഡുകളിൽ 18 എണ്ണം നേടിയാണ് BJP ഭരണത്തിലെത്തിയത്. LDF-ന് 9-ഉം UDF-ന് 4-ഉം സീറ്റുണ്ടായിരുന്നു. BJP വിമതന്റെ പിന്തുണയോടെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് BJP ചെയർപേഴ്സൺ രാജിവെച്ചതും തുടർന്ന് വിമതരെയും സ്വതന്ത്രരെയും കൂട്ടി BJP തന്നെ തുടർഭരണം നേടിയതും സംഭവ ബഹുലമായിരുന്നു. അധികാരമേറ്റതു മുതലുള്ള അധികാര തർക്കം BJP-യെ വലയ്ക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന നഗരസഭ കഴിഞ്ഞ തവണ UDF-നൊപ്പമായിരുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന തൊടുപുഴയിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രയുടെ പിന്തുണയോടെ LDF-ന് ഭരണം ലഭിച്ചു. ഇത്തവണയും UDF-നെ വിമത സാന്നിധ്യം അടക്കമുള്ള പ്രശ്നങ്ങൾ വേട്ടയാടുന്നുണ്ട്. UDF-ന്റെ ശക്തികേന്ദ്രമായിരുന്ന തൊടുപുഴ നഗരസഭയിൽ ഇപ്പോൾ മുന്നണിക്ക് ആധിപത്യമില്ല. ആലപ്പുഴ, ചേർത്തല നഗരസഭകൾ UDF-ൽ നിന്ന് പിടിച്ചെടുത്ത് ആലപ്പുഴ ജില്ലയിൽ ഉജ്ജ്വല മുന്നേറ്റം നടത്തിയ LDF ഇത്തവണയും അത് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. 6 നഗരസഭകളിൽ കായംകുളം, ആലപ്പുഴ, ചേർത്തല എന്നിവിടങ്ങളിൽ LDF-നും മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും ഹരിപ്പാട്ടും UDF-നുമായിരുന്നു ഭൂരിപക്ഷം. കോട്ടയത്തെ 6 നഗരസഭകളിൽ 5ഇടത്തും UDF-നാണ് ഭരണം, ഒരിടത്ത് LDF. കോട്ടയം, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട, വൈക്കം നഗരസഭകളിലാണ് UDF ജയിച്ചത്. പാലായിൽ LDF-ഉം. എന്നാൽ 2 കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറിയതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി നഗരസഭാ ഭരണം UDF-ന് നഷ്ടമായി. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്ക UDF-നുണ്ട്. ഒപ്പം കടുത്ത വിമത സാന്നിധ്യവും മുന്നണിയെ വേട്ടയാടുന്നു. UDF-ന് സ്വാധീനമുള്ള എറണാകുളം ജില്ലയിലെ 13 നഗരസഭകളിൽ 8ഇടത്ത് UDF-നും 5ഇടത്ത് LDF-നുമാണ് കഴിഞ്ഞ തവണ ഭരണം ലഭിച്ചത്. ആലുവ, അങ്കമാലി, മരട്, പറവൂർ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലാണ് UDF ഭരിക്കുന്നത്. തൃപ്പൂണിത്തുറ, കോതമംഗലം, പിറവം, കൂത്താട്ടുകുളം, ഏലൂർ നഗരസഭകളിൽ LDF-ഉം. പല നഗരസഭകളിലും UDF-ൽ ഇത്തവണ വിമത ശല്യം രൂക്ഷമാണ്. 7-ൽ 5 മുനിസിപ്പാലിറ്റികളും സ്വന്തമായുള്ള LDF കോട്ടയായ തൃശൂർ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ BJP-യും ശക്തമായ പോരാട്ടത്തിലാണ്. നഗരസഭകളിൽ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ എന്നിവ കേന്ദ്രീകരിച്ചാണ് NDA ക്യാമ്പയിൻ. 12 നഗരസഭകളിൽ 9-ഉം കൈവശമുള്ള മലപ്പുറത്ത് ഇത്തവണയും UDF-ന് വെല്ലുവിളികളില്ല. വെൽഫെയർ പാർട്ടിയുമായുള്ള UDF ധാരണയും ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള തർക്കവുമെല്ലാം CPM പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കി വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അടിത്തട്ടിലെ വോട്ട് സമവാക്യങ്ങളെ സ്വാധീനിക്കാൻ അതിനായിട്ടില്ല. പാലക്കാട് ജില്ലയിലെ 7 നഗരസഭകളിൽ 5 എണ്ണം ഭരിക്കുന്ന LDF-ന് വിമതർ പലയിടത്തും ഭീഷണി ഉയർത്തുന്നുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിൽ വിമത സാന്നിധ്യം അതിശക്തമാണ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 2ാമതെത്തിയ BJP നഗരസഭാ ഭരണം നിലനിർത്താനുള്ള മരണ പോരാട്ടത്തിലാണെങ്കിലും പാർട്ടിയിലെ വിഭാഗീയത വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് എതിരായ ലൈംഗികാതിക്രമ കേസ് കോൺഗ്രസിനെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കുന്നു. പ്രമുഖ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കി LDF ഇത്തവണ തന്ത്രപരമായ നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും പാലക്കാട് നഗരസഭ ഇത്തവണയും മുന്നണിക്ക് കാര്യമായ പ്രതീക്ഷ നൽകുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ 7 മുനിസിപ്പാലിറ്റികളിൽ 4 എണ്ണം UDF-നും 3 എണ്ണം LDF-നുമാണ്. കോൺഗ്രസിൽ പലയിടത്തും വിമത ശല്യം രൂക്ഷമാണ്. വിജ്ഞാപനം വരുന്നതിന് മുമ്പേ UDF-ന് ക്യാമ്പയിൻ തുടങ്ങാൻ കഴിഞ്ഞുവെങ്കിലും ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താനുള്ള സാഹചര്യം ഇത്തവണയും പരിമിതമാണ്. വയനാട്ടിലെ 3 നഗരസഭകളിൽ 2 എണ്ണം UDF-ഉം 1 എണ്ണം LDF-ഉം ഭരിക്കുന്നു. കൽപ്പറ്റയും മാനന്തവാടിയും UDF-ഉം സുൽത്താൻ ബത്തേരി LDF-ഉമാണ് ഭരിക്കുന്നത്. ഇത്തവണ സഹകരണ ബാങ്കുകളിലെ നിയമനക്കോഴ UDF-നെയും കോൺഗ്രസിനെയും വൻ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കണ്ണൂരിലെ മുനിസിപ്പാലിറ്റികൾ ഇത്തവണയും ഇടതുകോട്ടയായി നിലനിൽക്കാനാണ് സാധ്യത. 9 നഗരസഭകളിൽ 6ഇടത്ത് LDF-ഉം 3ഇടത്ത് UDF-ഉമാണ്.
കാസർഗോഡ് ജില്ലയിലെ 3 നഗരസഭകളിൽ 2 എണ്ണത്തിൽ LDF-നും ഒരിടത്ത് UDF-നുമാണ് ഭരണം. കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും മുസ്ലിം ലീഗിന് വെല്ലുവിളിയില്ല. കാഞ്ഞങ്ങാട്, നീലേശ്വരം നഗരസഭകളിൽ LDF-നും വെല്ലുവിളിയില്ല. നഗരസഭകളിലെ മത്സര ചിത്രം തെളിയുമ്പോൾ അതിശക്തമായ മത്സരമാണ് UDF-ഉം LDF-ഉം കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ നഗരസഭകളിൽ നേടിയ നേരിയ മുൻതൂക്കം നിലനിർത്താനാകുമോ എന്നതാണ് UDF-ന് മുന്നിലെ വലിയ ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രധാന ക്യാമ്പയിനാക്കുന്ന LDF-ന് UDF-നെ അപേക്ഷിച്ച് മുനിസിപ്പാലിറ്റികളിൽ മുന്നേറാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. എന്നാൽ മുനിസിപ്പാലിറ്റികളിൽ NDA-യുടെ പ്രകടനം നിർണായകമായിരിക്കും. കഴിഞ്ഞ തവണ വിജയിച്ച 2 നഗരസഭകൾ നിലനിർത്തുക എന്നത് NDA-ക്ക് ഇത്തവണ വലിയ വെല്ലുവിളിയാണ്. അതേസമയം മുന്നണി ലക്ഷ്യം വെച്ചിരിക്കുന്ന മറ്റ് നഗരസഭകളിലും തൂക്കുസഭയുണ്ടാക്കാൻ സാധ്യതയുള്ള നഗരസഭകളിലും NDA-ക്ക് എത്രത്തോളം മുന്നേറാൻ കഴിയുന്നു എന്നത് നഗരസഭകളിലുള്ള NDA സ്വാധീനത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റായി മാറുകയും ചെയ്യും.